കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ്, KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിയങ്ക, സെക്രട്ടറിമാർ ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, അതുപോലെ തന്നെ AICC മെമ്പർ ശ്രീ BA നാരായണൻ, ശ്രീ സജീവ് മാറവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഈ ജനകീയമായിട്ടുള്ള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് DCC പ്രസിഡന്റും ശ്രീ ഫൈസലും ഇവിടെ സാമാന്യയിലെ വിശദമായി തന്നെ സംസാരിക്കും. കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ വിഷയം ഇന്നലെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ഞാനും ഒരു പരിശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഭരണകക്ഷിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ എതിർപ്പിനെ തുടർന്ന് നിയമസഭാ സ്പീക്കർ അതിനെ അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അവസരം നിഷേധിക്കുകയായിരുന്നു. എന്താണ് കാര്യം? പാർട്ടിയിലൂടെ പറഞ്ഞതുപോലെ CPM-ൽ നിന്ന് പുറത്തുപോയിട്ടുള്ള അവരുടെ പ്രമുഖ നേതാവായിരുന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഇതെല്ലാമാണ്. അത് കേവലം ആ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. മനു തോമസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി P. ജയരാജൻ, അദ്ദേഹം കേരളത്തിലെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. മന്ത്രിക്ക് തുല്യമായ ഒരു സർക്കാർ പദവിയാണ്. സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന വ്യക്തിയാണ്. സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വാഹനം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് P. ജയരാജൻ. കേവലം CPM-ന്റെ ഒരു നേതാവ് മാത്രമല്ല. അതുപോലെ DYFIയുടെ നേതാവ് ശ്രീ ഷാജൻ, അദ്ദേഹം നമുക്കറിയാം വിഭജന കമ്മീഷന്റെ ചെയർമാനാണ്. ഈ രണ്ടാളുകൾക്കെതിരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ശ്രീ മനു തോമസ് വളരെ വ്യക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ജയരാജനെതിരെ പറഞ്ഞ കാര്യങ്ങൾ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. ഒന്ന്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായും കള്ളക്കടത്ത് സംഘങ്ങളുമായും സഹകരിച്ചുകൊണ്ട് നാട്ടിനും പുറത്തും വിദേശത്തും സ്വദേശത്തും കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം അതിനേക്കാൾ വ്യക്തമാണ്. കോഴി മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കകത്ത് ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരെ പാർട്ടി നേതൃത്വത്തിലേക്ക് കോഴി മാഫിയയുടെ ഒത്താശ ചെയ്യുന്ന ആളുകളായിട്ട് അവരെ നിയോഗിക്കുന്നു പാർട്ടിക്കകത്തുനിന്ന്. വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. നമ്മളിതുവരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ചും അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുമെല്ലാം പല ആക്ഷേപങ്ങളും കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ കേസ് നമുക്കറിയാം. കേസ് നിലനിൽക്കുകയാണ്. മരണപ്പെട്ട പൊതുവാനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെക്കുറിച്ചും ഇത്തരത്തിലുള്ള കേസുകൾ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്നാൽ പലപ്പോഴും ഇത്തരം കേസുകളിൽ നിന്ന് മോചിതനാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന ശ്രീ P. ജയരാജന്റെ മകൻ തന്നെ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിരുന്ന ബോംബുണ്ടാക്കും, അത്യാവശ്യം ബോംബൊക്കെ പ്രയോഗിക്കും എന്നത് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്ന ധാരണയെങ്കിൽ കൂടെ കിടന്നവര് മാത്രമേ രാപ്പഞ്ഞി അറിയുകയുള്ളൂ. DYFIയുടെ നേതാവായിരുന്ന മനു തോമസ് വ്യക്തമാക്കിയിരിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതികളുമായിട്ടുള്ള ബന്ധവും പങ്കാളിത്തവുമാണ് ഇത് വ്യക്തമായിരിക്കുന്നത്. എന്നോട് ആളുകളെ ചോദിക്കായിരുന്നു, വേദിയിലിരുന്നപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, വിലോമിനേറ്റിനും ഉത്സവപ്രദമൊക്കെ ചോദിക്കും, എന്തായി സ്വർണം പൊട്ടിക്കൽ? സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വാഴ തിരിച്ചു വരച്ച് പൊട്ടിക്കൽ മാത്രമല്ല. അതല്ല, സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വിരോധത്തിലൊരു ശൈലിയായിട്ട് മാറി. എന്തായാലും അർത്ഥം, സ്വർണ്ണ കള്ളക്കടത്തുകാര് കള്ളക്കടത്തായിട്ട് സ്വർണം കൊണ്ടുവരുമ്പോൾ അവരുടെയൊക്കെ പക്ഷം നിന്ന് ഇതറിഞ്ഞ് രഹസ്യ വിവരം അറിഞ്ഞ് അത് തട്ടിയെടുക്കുന്ന അതിനേക്കാൾ വലിയ കള്ളക്കടത്തിനേക്കാൾ വലിയ കള്ളത്തരമാണ് സ്വർണം പൊട്ടിക്കൽ. അതിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ DYFIയുടെ നേതാക്കന്മാർ ആർജിനായെങ്കിലും പങ്കാളിത്തം നമുക്കറിയാം. രാമനാട്ടുകളിൽ കൃത്രിമമായ വാഹന അപകടമുണ്ടാക്കിയത് ഈ സ്വർണ്ണ തട്ടിപ്പില്, കള്ളക്കടത്തിന്റെ, സ്വർണം പൊട്ടിക്കലിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആർജിനായെങ്കിൽ അന്ന്
CPM പാർട്ടിയെ DYFI അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതരായി. അങ്ങനെയുള്ള കേസുകളിലാണ് കള്ളക്കടത്തുകാരുമായിട്ടുള്ള പങ്കാളിത്തമാണ് ജയരാജനെതിരായിട്ട് വ്യക്തമായും ആ പാർട്ടിയുടെ ഭാഗമായി നിന്ന ഒരു നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ഉന്നയിച്ചെന്നുള്ളത് വ്യക്തമാണ്, സത്യമാണ്. മാധ്യമങ്ങളിൽ കണ്ടു മനു തോമസിന്റെ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടു. മനു തോമസ് ദൃശ്യമാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞു ഇന്നതാണ് ആക്ഷേപം വന്നു. ജയരാജനെ നിഷേധിച്ചിട്ടില്ല. ജയരാജൻ എന്താ പറഞ്ഞത്? ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. ജയരാജൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ മാത്രം ഗൗരവമേറിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് മനു തോമസ് നടത്തിയത് എന്ന് ജയരാജൻ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ജയരാജൻ നിയമ നടപടികൾ സ്വീകരിക്കല്ല ചെയ്തത്. ജയരാജന് ഏതൊക്കെ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് മനു തോമസ് ഉൾപ്പെടെയുള്ളവർ ആക്ഷേപിച്ചുവോ ആ സംഘങ്ങളുടെ തലവന്മാർ തന്നെയാണ് ജയരാജന്റെ വക്കാലത്തുമായി ജയരാജനെ ന്യായീകരിച്ചുകൊണ്ട് ജയരാജനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വലിയ ഭീഷണിയാണ്, അവർക്ക് വലിയ അപകടമാണ് സംഭവിക്കുക എന്ന മുന്നറിയിപ്പാണ് ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ക്രിമിനലുകൾ നൽകിയത്. ആകാശ് തില്ലങ്കേരി ആരാണ് നമുക്കറിയാം. നമുക്ക് സുഹൈബ് വധക്കേസിനെ മാത്രം പ്രതിയല്ല, സുഹൈബ് വധക്കേസിന് മുമ്പ് തന്നെ ഒരു വധക്കേസിൽ ആകാശ് തില്ലങ്കേരി പ്രതിയായിരുന്നു. 2 വധക്കേസിൽ പ്രതിയായി നിൽക്കുന്ന നിരവധി മറ്റ് കേസുകളിൽ പ്രതിയായിട്ടുള്ള അദ്ദേഹമാണ് CPM നേതൃത്വത്തിനെതിരെ സുഹൈബിന്റെ വധം ചെയ്തതല്ല ചെയ്യിച്ചതാണ് എന്നൊരു നിർണായകമായ ഘട്ടത്തിൽ ആകാശ് തില്ലങ്കേരി വെളിപ്പെടുത്തിയുണ്ടായി. അതിനെ തുടർന്നാണ് ആകാശ് തില്ലങ്കേരിയെ കാപ്പ ചുമത്തി ജയിലടക്കാൻ CPM നേതൃത്വം തയ്യാറായത്. എന്നാൽ ഇന്ന് ആകാശ് തില്ലങ്കേരി പുറത്തു വന്നു. CPM-ൽ ആരൊക്കെ സഹായിച്ചുവോ ആരൊക്കെയായി ബന്ധമുണ്ടായിരുന്നോ അവരുമായിട്ടുള്ള ബന്ധം തുടരുകയാണ്. ജയരാജനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പാർട്ടിക്കെതിരെയുള്ള പ്രഖ്യാപനമായി കണ്ട് പാർട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അതിന് മണിക്കൂറുകൾക്ക് മിനിറ്റുകൾക്ക് താമസമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന പാർട്ടിയാണ് കണ്ണൂരിലെ പാർട്ടിയെന്ന് മനു തോമസിനെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി MP ജയരാജനല്ല, ഈ ജില്ലക്കാരനായ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ അറിയപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളായ ആകാശ് തില്ലങ്കേരിയും അതുപോലെ നമുക്കറിയാം TP കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് ഷാഫിയും അർജുനായെങ്കിലുമാണ് സോഷ്യൽ മീഡിയയിലൂടെ മനു തോമസിനെ ഭീഷണിപ്പെടുത്തിയത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ അവസാനം വൈകി ഉദിച്ച ബുദ്ധിയുടെ ഭാഗമായിട്ട് ജയരാജന്റെ മകൻ മനു തോമസിനെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ നിയമ നടപടികൾക്ക് കാത്തു നിൽക്കാതെയാണ് ഈ ഗുണ്ടാസംഘത്തിന്റെ ഭീഷണികൾ. രണ്ടാമതായി മനു തോമസ് പറഞ്ഞ കാര്യം എന്താണ്? DYFI നമുക്കറിയാം. ഈ രാമനാട്ടുകര സ്വർണ്ണ കള്ളക്കടത്ത് കേസിന് വ്യാജ വാഹനങ്ങളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ മനു തോമസ് കണ്ണൂർ ജില്ലയിൽ DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഷാജർ കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ ലഹരി മാഫിയക്കെതിരായി കള്ളക്കടത്ത് മാഫിയക്കെതിരായി കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള ഒരു ബോധവൽക്കരണത്തിന്റേതായ ജാഥ സംഘടിപ്പിച്ച് നമുക്കുണ്ടാവുന്നത്. ആ ജാഥ ആകാശ് തില്ലങ്കേരിയുടെ നാട്ടിൽ വന്നപ്പോൾ മനു തോമസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണം ആ പ്രദേശത്ത് ഒരു ഹർത്താലിന്റെ രൂപത്തിൽ ആ ജാഥയെ ബഹിഷ്കരിക്കുകയായിരുന്നു. മനു തോമസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കടന്നുപോയി അദ്ദേഹത്തിന് ജാഥ ക്യാപ്റ്റന് തില്ലങ്കേരി പോലുള്ളൊരു സ്ഥലത്ത് തില്ലങ്കേരി രക്തസാക്ഷികളുടെ നാട്ടിൽ സംസാരിക്കാൻ കഴിയുന്ന അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. ആ ജാഥയിൽ പങ്കെടുത്ത ഷാജർ അദ്ദേഹം ഇപ്പോൾ കൂടുതലായി. അദ്ദേഹത്തിന് മനസ്സിലായി മനു തോമസിന്റെ കൂടെ നിന്ന് ഈ ക്രിമിനൽ സംഘങ്ങളെ കള്ളക്കടത്ത് സംഘത്തെ ലഹരി മാഫിയായെ കൊട്ടേഷൻ സംഘത്തെ എതിർത്താൽ പാർട്ടിക്ക് അകത്ത് പിന്തുണ കിട്ടില്ല. അതിനെ എതിർത്ത മനു തോമസ് CPM-ൽ ഒറ്റപ്പെടുകയാണ്. നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഈ കൊലയാളികൾക്കാണ്. കാരണം അവർ ചെയ്യിച്ചതാണ്. TP ചന്ദ്രശേഖരനെ അവർ കൊല്ലിച്ചതാണ്. ഷുഹൈബിനെ അവർ കൊല്ലിച്ചതാണ്. അതുകൊണ്ട് ഈ കൊലയാളികൾക്ക് ഒത്താശ ചെയ്യേണ്ടത് കൊലയാളികൾ നിയന്ത്രിക്കുന്ന സൈഡിലേക്ക് രൂപത്തിലേക്ക് പാർട്ടി നേതൃത്വം വഴിമാറിച്ചരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായി മാറിയപ്പോഴാണ് മനു തോമസ് മനസ്സുമെടുത്ത് CPM ബന്ധം ഉപേക്ഷിച്ചത് എങ്കിൽ ഷാജർ ചെയ്തത് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാവുകയായിരുന്നു.
ഷാജറിനെതിരെ മനു തോമസ് നൽകിയ പരാതിയിൽ മനു തോമസ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം എന്താണ്? ആ പരാതിയിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണ്? ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് മനു തോമസ് 2023 നൽകിയ പരാതി കോപ്പിയെന്ന് മാധ്യമങ്ങൾക്ക് ലഭ്യമാണ്. ഞങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിനെന്താ പറഞ്ഞത്? ഈ കൊട്ടേഷൻ ബന്ധത്തെക്കുറിച്ച് ഷാജറിനെ സംബന്ധിച്ച് നൽകിയ പരാതി അന്വേഷിച്ചു. CPM നേതൃത്വം അന്വേഷിച്ചു, വൈകി അന്വേഷിച്ചു. രാഘവജിയോട് അന്വേഷിച്ചതിന്റെ അവസാനം കണ്ടെത്തിയത് ആ വിഷയം കൈകാര്യം ചെയ്തതിൽ ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ്. EP ജയരാജൻ BJP നേതാവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അശ്രദ്ധയുണ്ടായി എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് അവര് തട്ടിക്കൊണ്ടുവന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ പങ്കുപറ്റിയതും ഇങ്ങനെയുള്ള ശ്രദ്ധക്കുറവായി മാത്രം CPMന്റെ നേതൃത്വം കാണുകയാണ്. ആ ഷാജറിനെയാണ് ന്യായീകരിക്കുന്നത്. ആ വ്യക്തിയാണ് മനു തോമസ് പരാതി നൽകി കൊട്ടേഷൻ സംഘടനകളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നു, അവരുടെ പങ്കുവെക്കുന്നു എന്ന പരാതി നിലനിൽക്കുകയാണ്. ആ ഷാജറിന് കേരളത്തിലെ യുവജന കമ്മീഷന്റെ ചെയർമാനായി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് നിയമിക്കുകയായിരുന്നു. മനു തോമസിനെ തഴയുകയായിരുന്നു. ആ മനു തോമസ് ഗത്യന്തരമില്ലാതെയാണ് CPM പാർട്ടി വിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ പറഞ്ഞതുപോലെ ഇത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല. ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ വിഷയമാണ്. കേരളത്തിലെ നിയമവാഴ്ചയുടെ വിഷയമാണ്. ഉത്തരവാദിത്വം വഹിക്കുന്ന 2 പദവികളിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഹാവിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, യുവജന കമ്മീഷന്റെ ചെയർമാൻ, ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് അതീവ ഗൌരവമേറിയ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതേക്കുറിച്ച് MV ജയരാജൻ ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് മിണ്ടാട്ടമില്ല. ഈ ടീമിനെ കുറിച്ച് നമുക്കറിയാം. ഈ ജയരാജൻ ഈ ടീമിനെ കുറിച്ച് ഈ ജയരാജൻ നേതൃത്വം നൽകുന്ന DJ ആർമിയാണ് ഇന്നിപ്പോൾ റെഡ് ആർമിയായിട്ട് മാറിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറിയും MV ജയരാജൻ പറഞ്ഞെന്താണ്? ആ വാക്കുകൾ ഒരു കാലത്ത് അദ്ദേഹം ജഡ്ജിമാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് എങ്കിൽ ഇന്ന് P ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ MV ജയരാജൻ വിളിക്കുന്നത് എരണം കെട്ടവർ എന്നാണ് വിളിക്കുന്നത്. ആ രൂപത്തിലെ വിഷയങ്ങൾ CPM വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അവിടെ മാത്രം തീരുന്നതല്ല, പാർട്ടി മാത്രം അന്വേഷിക്കേണ്ടതല്ല, നാടിന്റെ ക്രമസമാധാനത്തെയും നാടിന്റെ നീതിവാഴ്ചയും ബാധിക്കുന്ന വിഷയമാണ്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നികുതിപ്പണം വെക്കുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവര്. അവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഗുരുതരമായ നിലയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തയ്യാറാണ്. അത് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് നിയമസഭ. ആ വേദിയിൽ അവസരം ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത് സംസാരിക്കണം. വളരെ ഗൗരവമായി ഉയർന്നു വന്ന വിഷയമാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇതിനെ കൊണ്ടുവന്നപ്പോൾ സ്പീക്കറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചാർജുണ്ടായിരുന്ന മന്ത്രിയുമെല്ലാം ചേർന്ന് അതിന് അവസരം നിഷേധിക്കുകയാണ്. അവർക്ക് അവിടെ അവസരം നിഷേധിച്ചാലും ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ, ജനകീയ ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇതിനെ ഒരു ജനകീയ സദസ്സിലൂടെ ഉയർത്തിക്കാട്ടാൻ ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. CPMന്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയവരാണ്, പ്രതികരിക്കുന്നവരാണ്, പ്രതിഷേധിക്കുന്നവരാണ്, ആ നേതൃത്വത്തെ തിരുത്താൻ പരിശ്രമിക്കുന്നവരാണ് CPM അണികൾ പോലും എന്ന് നമുക്ക് പാർലമെന്റ് ഇലക്ഷനിലൂടെ മലബാർ മേഖലയിലെ UDFന്റെ ഉന്നതമായ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ജനങ്ങൾ എത്ര വാദം നൽകിയാലും താക്കീത് നൽകിയാലും ചെവിക്ക് പിടിച്ചാലും തിരുത്തില്ല എന്ന അധികാരത്തോടെ CPM നേതാക്കന്മാർ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ജനകീയ ശക്തിയിലൂടെ ഈ തെറ്റുകൾക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകാം, തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാം. ഒറ്റക്കെട്ടായി ഈ തെറ്റുകൾ ചെയ്യുന്നവർക്കെതിരെ നമുക്ക് മുന്നേറാം എന്ന വിശ്വാസത്തോടെ ഈ പ്രോഗ്രാമിന് എല്ലാ വിജയങ്ങളും ആശംസിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.